ഹലോ, ഷീസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചുരിദാറിൽ നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. ഈ ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ചുരിദാറിൽ ചെയ്യാൻ പോകുന്നത്. ജെറി ത്രെഡും ഒരു വയലറ്റ് കളറും ഒരു പിങ്ക് കളർ പിന്നെ കുറച്ച് പേൾസും വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി കസ്റ്റമൈസ്ഡ് ഡിസൈനാണ്. അതായത് ഒരു മോം ഡോട്ടർ കോംബോയിലാണ് ഇത് ചെയ്യുന്നത്. ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. ജോർജറ്റിൻ്റെ തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് ചുരിദാറും ഫ്രോക്കും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പം മോമിന് ഫുൾ നമ്മളൊരു സൽവാർ സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട, ടോപ്പ്, ബോട്ടം അങ്ങനെ ഫുൾ സെറ്റായിട്ടാണ്. ഡോട്ടർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഫ്രോക്കായിട്ടാണ്. അപ്പം ഫ്രോക്കിൻ്റെ വീഡിയോ ഞാനകത്ത് അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പം ഞാനത് സെപ്പറേറ്റ് ഒരു ഫോട്ടോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ 2 ത്രെഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെറിയ ത്രെഡും കൂടി ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ചും കൂടി പേളും കൂടി നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഒരു എംബ്രോയ്ഡറി പഠിച്ചത് തന്നെ. ഒരു 20 വർഷം മുമ്പൊക്കെ. ആ സമയത്തും ഞാൻ റാനുവിൻ്റെ മെഷീനാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റാനുവിൻ്റെ തന്നെ ഒരു പുതിയ മെഷീനാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പക്ഷെ പണ്ട് നമ്മൾ ചെയ്തേക്കുന്നതിൻ്റെ ആ ഒരു സുഖമൊന്നും ഇപ്പോഴത്തെ റാനു മെഷീൻ എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല കേട്ടോ. കുറേ നാളുകളായി ഞാനിപ്പോൾ വർക്ക് ആ സമയത്തൊക്കെ കുറേ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. വേറെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു സമയം വെറുതെ നഷ്ടപ്പെടുത്തി എനിക്കൊന്നുമില്ല. നമ്മൾ കാരണം ഒരു ജോബ് നമ്മൾ ഒരു കൈത്തൊഴിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ വന്നിരുന്ന സമയത്ത് ഇതിന് ഡിമാൻഡ് ഉണ്ടാവില്ല, ഇനിയിതിപ്പോൾ ആരങ്ങനെ വാങ്ങില്ല, അങ്ങനത്തെ ഒക്കെ ഒരു പൊട്ട വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. മെഷീൻ എംബ്രോയ്ഡറി തന്നെ നമുക്ക് ഭയങ്കര ഭംഗിയുള്ള ഒരുപാട് ഡിസൈൻസ് പല വെറൈറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തിരുന്ന സമയത്ത് ഞാൻ കട്ട് വർക്ക് സാരി ചെയ്തിട്ടുണ്ടായിരുന്നു, കട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ആപ്ലിക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെറ്റ് അതായത് നമുക്ക് നെറ്റ് വെച്ചിട്ട് അതിന് മേലെ ആപ്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാരീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ പിന്നീട് അതിൻ്റെ ഒരു ഡിമാൻഡ് ഒന്ന് കുറഞ്ഞു വന്നിരുന്നു. വീണ്ടും ഇപ്പോൾ എംബ്രോയ്ഡറി അതായത് മെഷീൻ എംബ്രോയ്ഡറിക്ക് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട്. നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആപ്ലിക് വർക്കൊക്കെ ആയാലും ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് മെഷീൻ എംബ്രോയ്ഡറി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്കൊരു ജോബുണ്ട്. അത് കൂടാതാണ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഓൾറെഡി നമുക്കൊരു സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു, ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊറോണ ടൈമിലൊക്കെ വന്നപ്പോൾ അതിപ്പോൾ നിർന്നു പോയി. അപ്പോൾ വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ കസ്റ്റമൈസ് ചെയ്തൊരു ചുരിദാറാണ്. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ സ്ലീവിലുണ്ട്. സ്ലീവ് ഞാനിപ്പോൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടില്ല. സ്ലീവിലും വരുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ഫുള്ളായിട്ട് ഓപ്പൺ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് കസ്റ്റമർ നമുക്കത് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവരിട്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു പിക്സ് ഞാൻ തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ അതും കൂടി ഞാൻ നമ്മുടെ ചാനലിനകത്തേക്ക് ഇടാവുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്